ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മേരീസ് കിച്ചൺ ഡയറി. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കോവയ്ക്ക് വെച്ചിട്ടുള്ളൊരു സ്പെഷ്യൽ 4 മണി പലഹാരമാണ്. അതിനു മുന്നേ ഇതേപോലെയുള്ള വെറൈറ്റി റെസിപ്പികൾ കാണാനായി നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിലേക്കായി പ്രകൃതിദത്ത ഇൻസുലിൻ എന്ന് വിളിക്കുന്ന കോവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഡയബറ്റീസിനൊക്കെ വളരെ നല്ല വെജിറ്റബിളാണ് കോവയ്ക്ക. അത് 5 എണ്ണം അത്യാവശ്യം വലിപ്പമുള്ളതാണ് എടുത്തിരിക്കുന്നത്. 2 ചെറിയ സവാള, 4 പച്ചമുളക്, ഒരു ചെറിയ ഇഞ്ചിയുടെ പീസ്, ആവശ്യത്തിന് കറിവേപ്പില, 2 ഗ്ലാസ് കടലമാവിൻ്റെ പൊടി. ഇതേ വലിപ്പമുള്ള ഗ്ലാസ്സിലാണ് മെഷർ ചെയ്തെടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾ, വെളിച്ചെണ്ണ, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, കായം. ഇനി നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം അരിഞ്ഞെടുക്കാം. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കുകയാണ് വേണ്ടത്. അതിനു മുമ്പ് വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്തെടുത്തു. സവാള കട്ട് ചെയ്യുമ്പോൾ ഇതേ രീതിയിൽ നീളത്തിലായിരിക്കണം അരിഞ്ഞെടുക്കാൻ. കറിവേപ്പിലയും അരിഞ്ഞെടുക്കണം. കോവയ്ക്ക വളരെ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം അരിഞ്ഞെടുക്കാൻ, ഇതേ രീതിയിൽ. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യാം. ആദ്യം ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 1/2 ടീസ്പൂൺ കായം. ഇനി നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വേണമെങ്കിൽ ഉപ്പും മഞ്ഞളും ആഡ് ചെയ്യാം. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ പാൻ വെക്കാം. ഇതിലേക്ക് ഈ ബൗളിൻ്റെ ക്വാണ്ടിറ്റിയോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ എടുക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അല്ലെ പിന്നെ സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ബാറ്റർ ഇട്ട് കൊടുക്കാം. സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഏത് രീതി വേണമെങ്കിലും, നമുക്ക് ഷേപ്പിൻ്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഒരു സൈഡ് മൊരിഞ്ഞു വരുമ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മറിച്ചിടാം. ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഇതേ രീതിയിൽ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. കടലമാവ് വെച്ചിട്ടുള്ള ക്രിസ്പി കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈവനിങ്ങിൽ ചൂടോടെ കഴിക്കാൻ നല്ലൊരു സ്നാക്കാണ്. കോവയ്ക്കയാണെന്നതേ അറിയില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.